സ്പോയിലറായി പോകും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞേരെ. എൻ്റെ ഫസ്റ്റ് ഷോ കണ്ടു, കാരണം പടം ദൃശ്യമാണ്. എന്തെങ്കിലും കാരണം കൊണ്ട് അതിൻ്റെ സ്പോയിലർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പടം ചെയ്യാൻ പറ്റില്ല. പക്ഷേ മുതലായി കിടുക്കി. ഓഫീസിൽ 2 അവർ പെർമിഷൻ തൊട്ട് രാവിലെ തന്നെ പടത്തിന് പോയിട്ട് പോസ്റ്റ് ഇതായിരുന്നു അവസ്ഥ. 8 മണിക്ക് തുടക്കേണ്ട പടമാണ്. ടെക്നിക്കൽ ഇഷ്യൂ, പ്രൊഡക്ഷൻ സൈഡിൻ്റെ മിസ്റ്റേക്കോ എന്തോ ആണ്. ഞാൻ ആദ്യമായിട്ടാണ് നേരത്തെ വന്നിട്ട് ഇങ്ങനെ പെട്ട് കിടക്കുന്നത് ഗൈസ്. 8 മണിക്ക് തുടങ്ങാമെന്ന് പറഞ്ഞ പടം 1 മണിക്കൂറിനടുത്ത് ലേറ്റായി. പക്ഷേ വെയിറ്റ് ചെയ്തത് മുതലായി. ജോസഫ്, മോഹൻലാൽ, ദൃശ്യം കോംബോ രക്ഷയില്ല. കുറേ പേരെ നിരാശപ്പെടുത്തി, അങ്ങനെയൊക്കെ ഞാൻ കേട്ടു. ഈ പടം എന്തിനായിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ആദ്യ ചോദ്യം. ഒരു ഫാമിലിയിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളും പ്ലോട്ട് ട്വിസ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ അവരത് 1 and 2 ഒക്കെ കമ്പയർ ചെയ്യുന്നതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ പക്ഷെ നോട്ട് ലൈക്ക് 1 and 2. 1 and 2 പോലെ അങ്ങനെ ഭയങ്കര സർപ്രൈസ് ചെയ്യുന്ന എലമെന്റ്സ് അല്ല. കുറച്ചുകൂടെ അദ്ദേഹത്തിൽ ജോർജ് കുട്ടിയിലേക്ക് അയാളുടെ ഇമോഷൻസ്, അയാളുടെ കുടുംബവും അയാളുടെ പ്രശ്നങ്ങളിലോ സംസാരിക്കും. ആ ക്യാരക്ടറുകളെ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഓരോരുത്തരെയും ഒരു രക്ഷയില്ല. സ്ക്രിപ്റ്റിംഗ് ഉണ്ടല്ലോ, അത് ആ ഒരു ഫീല്. കാരണം മോഹൻലാലിനെ കുറച്ചതിൽ ചെയ്യുന്ന തെറ്റുകൾ ന്യായീകരിക്കുക, അതായത് ഫസ്റ്റിലും സെക്കൻഡിലും കംപ്ലീറ്റ്ലി അയാളെ ന്യായീകരിച്ചുകൊണ്ടായിരുന്നു. അത് ഇതിൽ ന്യായീകരിക്കാതെയാണ്, അല്ലെങ്കിൽ അങ്ങനെ അതിനൊന്ന് കുറച്ചൊന്ന് ലൈറ്റായിട്ടാണ് ചെയ്തതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ട്വിസ്റ്റായാലും പടം കിടു. സ്റ്റോറിയാണ്, അത് എല്ലാ ക്യാരക്ടറുകളെയും 1ലും 2ലുമായിട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. അതായത് എങ്ങനെയാണ് ആ ക്യാരക്ടർ എങ്ങനെ ബിഹേവ് ചെയ്യും, എങ്ങനെയാണ് അവർ ഓരോ സിറ്റുവേഷനിലും, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലൂടെ പോകുന്നു, ഇതൊന്നും മാറ്റാൻ പറ്റില്ല. പക്ഷെ അവരെ കൃത്യമായി പ്ലേസ് ചെയ്തിട്ട് ആ കഥ എടുത്ത് വെച്ച് നോ വേർഡ്സ്. എല്ലാ ക്യാരക്ടറും കറക്റ്റ് മീറ്ററിൽ. പിന്നെ അതുപോലെ ഇൻ്റർവൽ പഞ്ച്, അതൊരു രക്ഷയില്ല. അത് സ്പോയിലറായി പോകും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞേരെ. ചിലവർക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്കറിയില്ല. പക്ഷെ പടം മസ്റ്റ് വാച്ചാം. അത് നിങ്ങളെന്തായാലും നിരാശപ്പെടുത്തില്ല.